സഹോദരന്മാരെ, നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയവർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു. അതിൽ ആ സൈന്യത്തിന് നേതൃത്വം നൽകിയ ഒരു മുസ്ലിം വനിതാ ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു, കേണൽ ഖുറൈഷി. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും രാജ്യത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ നിലനിർത്തുന്നതിലും രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിനും എന്നും മുന്നിൽ നിൽക്കുന്നവരാണ്. അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരെ അവഹേളിക്കുന്നതും അവരെ ആക്ഷേപിക്കുന്നതും രാജ്യദ്രോഹ കുറ്റമാണ്. എന്നാൽ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിപദത്തിലിരിക്കുന്ന സംഘപരിവാർ നേതാവ് കേണൽ ഖുറൈഷിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം പരാമർശിച്ചത് വളരെ അപകടകരമായ ഒരു പരാമർശമാണ്. അതൊരു വ്യക്തിയുടെ ഒരു ആക്ഷേപമായിട്ടോ പരാമർശമായിട്ടോ അല്ല നമ്മൾ കാണുന്നത്. അതൊരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ മനോഗതിയും മനോഭാവവുമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുട്ടികളുടെ പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചവരോട് പൊരുതാൻ അവരുടെ ഒരു സഹോദരിയെ നമ്മൾ പറഞ്ഞു വിട്ടു എന്നാണ്. എത്ര അപകടകരമായ പ്രയോഗമാണെന്ന് നിങ്ങൾ ആലോചിച്ചു. രാജ്യത്തിന് വലിയൊരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സൈനികമായ ഓപ്പറേഷന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥയായ ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് പറയുന്നത് രാജ്യത്തെ ആക്രമിച്ച ആക്രമണകാരികളുടെ സഹോദരിയാണ്. ആ സഹോദരിയെ അവരോട് നേരിടാൻ വേണ്ടി നമ്മൾ വിട്ടു എന്ന് പറഞ്ഞാൽ കേണൽ ഖുറൈഷി നമ്മുടെ ആളല്ല, ഭീകരവാദികളുടെ സഹോദരിയാണ്. രാജ്യത്തിന് വേണ്ടി ഇത്രയുണ്ട് ത്യാഗം ചെയ്ത, അഭിമാനകരമായ നേതൃത്വം കൊടുത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് ഇത്രയധികം മോശപ്പെട്ട പരാമർശം നടത്തിയിട്ടും രാജ്യത്ത് വലിയ കോളിളക്കങ്ങളൊന്നുമില്ല. അവസാനം കേസെടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടേണ്ടി വന്നു. നേരെ മറിച്ച് ഈ പരാമർശമെങ്ങാനും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഭാഗത്താണെങ്കിലും ഭീകരവാദിയാണ് അല്ലേ? അസ്പൃശ്യതക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പാട്ടുപാടിയതിൻ്റെ പേരിലാണ് വേടൻ ജാതി ഭീകരനായി മാറിയത് സംഘപരിവാറിന്റെ കണ്ണിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര മോശപ്പെട്ട പരാമർശങ്ങളാണ്. ഇത് പറയുന്നത് എന്താണെന്ന് അറിയാം നിങ്ങളോട് ഇത് പറയുന്നത് ഈ ആളുകളുടെ കണ്ണിൽ രാജ്യത്തിന് വേണ്ടി എന്ത് സേവനം ചെയ്യുന്നവരാണെങ്കിലും, രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുന്നവരാണെങ്കിലും, രാജ്യത്തിന്റെ സൈന്യമാണെങ്കിലും ഇവർ മതത്തിന്റെ വംശവെറിയുടെ വൃത്തികെട്ട കണ്ണുകൊണ്ടല്ലാതെ ആരെയും നോക്കിക്കാണുന്നില്ല എന്നാണ്. അഹിന്ദുക്കളായിട്ടുള്ള ആരെയും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. അഹിന്ദു എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആശയത്തിന് വിരുദ്ധമായി ആ ആശയത്തിൽ വിശ്വസിക്കാത്ത ആരും തന്നെ അവരെ ഒരു മുസ്ലിം ഒരു ഇന്ത്യൻ പൗരനായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള മനോഗതി ഈ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്തത് ഗോൾവാൾക്കറാണ്. അദ്ദേഹത്തിൻ്റെ വിചാരധാരയിലൂടെയും മറ്റു പുസ്തകങ്ങളിലൂടെയും എല്ലാം ഇത്തരം ആശയങ്ങൾ അതിലൊക്കെ കട്ട പിടിച്ചു കിടക്കുന്നതായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ ആശയധാരയിൽ വിശ്വസിച്ചവരാണ് ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. മിക്കവാറും അബ്ദുള്ള കുട്ടിക്കൊന്നും ഒരു രക്ഷ ഉണ്ടാവില്ല, ഇവിടെ കൂടിയൊന്നും കാര്യമില്ല. കാരണം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രം വിരുദ്ധമായി പോയി. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര സങ്കുചിതമായ പരാമർശങ്ങളാണ്. ഞാൻ കരുതിയിരുന്നത് മിക്കവാറും ഷവർമ്മയെ ഒരു അതിൻ്റെ പൈതൃകവും അതിൻ്റെ പാരമ്പര്യവും അവർ ഏറ്റെടുക്കുന്നതാണ് വിചാരിച്ചത്. കാരണം ഷവർമ്മയിൽ വർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആൾക്കാർ തുടങ്ങി വെച്ചതാണ് എന്ന്, തുർക്കിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് ഈ ഷവർമ്മ എന്നുള്ള നമ്മുടെ തീന്മേശയിലെ ഈ സുന്ദരമായ വിഭവസമൃദ്ധമായ സാധനം. പക്ഷെ ഇതിന്റെ പൈതൃകം അവർ ഏറ്റെടുക്കും, പാരമ്പര്യം ഏറ്റെടുത്തിട്ട് ഇതിൽ വർമ്മ ഉണ്ടായതുകൊണ്ട് ഇതിൽ ഷവർമ്മ ഞങ്ങൾ കണ്ടുപിടിച്ചതാണെന്ന് പറയുന്ന വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ പറഞ്ഞ അങ്ങനല്ല, ഷവർമ്മ വർമ്മമാരെ കൊല്ലുന്നു എന്നാണ്. അത് തോമസുമാരെയും മുഹമ്മദുമാരെയും കൊല്ലുന്നില്ല, അത് വർമ്മമാരെയാണ് കൊല്ലുന്നത്. എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത്? ഈ ഷവർമ്മയുടെ കടകൾ അധികവും നടത്തുന്നത് മുസ്ലിമീങ്ങളാണ്, വേറൊന്നുമല്ല. ഷവർമ്മയോടുള്ള വിരോധം അതാണ്. അങ്ങനെ നല്ലതെന്തും, നേരത്തെ ബിരിയാണിയോടുള്ള വിരോധം ഉണ്ടായിരുന്നു, അതൊക്കെ മുസ്ലിങ്ങൾ ഉസ്താദുമാരൊക്കെ തുപ്പിയിട്ടാണ് ബിരിയാണി വെക്കണതെന്ന്. നല്ലതിനോടെന്തും വിരോധമാണ്, നല്ലതിനോടെന്തും. പിന്നെ എന്തിനോടാണ്? ബീഫിനോട് വിരോധം, മീനിനോട് വിരോധം, ചിക്കനോട് വിരോധം, എല്ലാത്തിനോടും വിരോധം. എന്തിനാണോ ഇഷ്ടം? പച്ചക്കറിയോട്. സത്യത്തിൽ പച്ചക്കറി അവരുടേതല്ല, അത് ബ്രാഹ്മണ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ആ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് മണ്ണിന്റെ മക്കളാണ്, കീഴാള വർഗമാണ്. ഈ രാജ്യത്ത് അത് ഉൽപ്പാദിപ്പിച്ചവരും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും.
ഏതായാലും പ്രിയമുള്ളവരെ, മനസ്സ് സങ്കുചിതമായി പരസ്പരമുള്ള വംശീയമായ വിരോധം വെച്ച് പുലർത്തുന്നവർ അങ്ങേ അറ്റം വരെ പോയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾക്കെതിരെ രാജ്യത്തൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, എവിടെയെങ്കിലും രാജ്യത്തിന്റെ ആളുകൾ പൗരന്മാർ കൊല്ലപ്പെട്ടു വീഴുമ്പം അവിടെ നിങ്ങൾക്ക് സുരക്ഷാ വീഴ്ച സംഭവിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് മഹാ അപരാധവും തെറ്റുമായിട്ട് മാറുകയാണ്. ഏതായാലും ഈ കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും മാനവികതയ്ക്ക് വേണ്ടിയും നിലനിൽക്കുക, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മുദ്രാവാക്യം. പരിശുദ്ധ ഇസ്ലാം നൽകുന്ന സന്ദേശം അതാണ്. പരിശുദ്ധ ഇസ്ലാമിൽ വംശീയതയില്ല, വർഗീയതയില്ല, സങ്കുചിതത്വമില്ല. മനുഷ്യനെ സ്നേഹിക്കുന്നു, നീതിക്കൊപ്പം നിൽക്കുന്നു, മനുഷ്യനെ ആദരിക്കുകയും വലക്കത് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവർ അംഗീകരിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയുടെ എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തുമാറാകട്ടെ. സങ്കുചിതത്വത്തിന്റെ